ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് നിങ്ങളെ ഏറ്റവും പ്രാർത്ഥനയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡാനിയലച്ചൻ. ഇന്ന് എപ്പിസോഡ് 6. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം 18 മുതൽ 29 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന സഭകളോടുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളിലെ 4-ാമത്തെ സഭയായ തിയത്തീറായിലെ സഭയ്ക്ക് കർത്താവ് യേശു മിശിഹായിൽ നിന്നുള്ള അരുളപ്പാടുകളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിൻ്റെ വിഷയം. പ്രാർത്ഥനാപൂർവം ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം. തിയത്തീറായിലെ സഭയ്ക്ക് വെളിപാട് പുസ്തകം അധ്യായം 2 വാക്യങ്ങൾ 18 മുതൽ. തിയത്തീറായിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും നിന്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹനശക്തിയും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട്. വ്യഭിചാരം ചെയ്യുകയും വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ ഭക്ഷിക്കുകയും ചെയ്യാൻ എൻ്റെ ദാസരെ പഠിപ്പിക്കാനും വഴിതെറ്റിക്കാനും പ്രവാചികയെന്ന് സ്വയം വിളിക്കുന്ന ജസബൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. മാനസാന്തരപ്പെടാൻ ഞാൻ അവൾക്ക് സമയം നൽകി. എന്നാൽ തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഇതാ, അവളെ രോഗശയ്യയിലേക്കും അവളോടൊത്ത് വ്യഭിചരിക്കുന്നവരെ അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ക്ലേശങ്ങളിലേക്കും ഞാൻ വലിച്ചെറിയും. അവരുടെ മക്കളെ ഞാൻ കൊന്നുകളയും. മനസ്സുകളും ഹൃദയങ്ങളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകും. ഈ പ്രബോധനം സ്വീകരിക്കുകയോ സാത്താൻ്റെ രഹസ്യങ്ങളെന്ന് അവർ വിളിക്കുന്നവ അറിയുകയോ ചെയ്യാതെ തിയത്തീറായിൽ അവശേഷിച്ചിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്കുള്ളവ ഞാൻ വരുന്നതുവരെ മുറുകെ പിടിക്കുവിൻ. വിജയം വരിക്കുന്നവന്, എൻ്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും. മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ച പോലെ തന്നെ പുലർകാല നക്ഷത്രം ഞാൻ അവന് നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, ഓരോ സഭകളെയും ദൈവം എപ്രകാരമാണ് വിലയിരുത്തുന്നതെന്നും തിരുത്തുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടി സഭകളെ സംബന്ധിക്കുന്ന ഈ ദൂതുകൾക്ക് ഞാൻ ഓരോ തലക്കെട്ട് നൽകിയിരുന്നു. എഫേസോസിലെ സഭയെ നമ്മൾ വിളിച്ചത് സ്നേഹമില്ലാത്ത സഭ എന്നാണ്. സ്മിർനായിലെ സഭയെ നമ്മൾ വിളിച്ചത് സഹിക്കുന്ന സഭ എന്നാണ്. പെർഗാമോസിലെ സഭയെ നമ്മൾ വിളിച്ചത് ഒരു ലൗകിക സഭ എന്നാണ്. ആ ഒരു ക്രമം പിന്തുടരുകയാണെങ്കിൽ 4-ാമത്തെ സഭയെ, തിയത്തീറായിലെ സഭയെ നമ്മൾ വിളിക്കേണ്ടത് അൻ അഡൾട്ടറസ് ചർച്ച് എന്നാണ്. വഴിപിഴച്ചുപോയ ഒരു സഭ. തിയത്തീറയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്ന മറ്റൊരു സൂചന ഇതാണ്. അപ്പസ്തോലപ്രവർത്തനം 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയിൽ വെച്ച് വിശുദ്ധ പൗലോസ് കണ്ടുമുട്ടിയ ലിദിയ എന്നു പേരുള്ള പട്ട് വിൽപ്പനക്കാരി തിയത്തീറായിൽ നിന്നുള്ളവളായിരുന്നു എന്ന് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വാണിജ്യ നഗരമായിരുന്നു തിയത്തീറ. ഈ 7 സഭകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ 7 സഭകളിൽ ഏറ്റവും നിസ്സാരമായ ഒരു നഗരത്തിൽ സ്ഥിതി ചെയ്ത സഭയെന്ന് നമുക്ക് ഈ തിയത്തീറയിലെ സഭയെ മനസ്സിലാക്കാം. പക്ഷേ വളരെ വിശദമായാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തിയത്തീറ ഒരു വാണിജ്യ നഗരമായിരുന്നു. തിയത്തീറയിലെ വലിയൊരു പ്രത്യേകതയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കച്ചവട സംഘങ്ങൾ അഥവാ ട്രേഡ് ഗിൽഡ്സ്. ഈ ട്രേഡ് ഗിൽഡുകളിൽ അംഗമാകാതെ തിയത്തീറായിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഏതെങ്കിലും ഒരു കച്ചവടം നടത്തുക അസാധ്യമായിരുന്നു. നിങ്ങൾ കച്ചവടക്കാരാകണമെങ്കിൽ നിർബന്ധമായും ഈ കച്ചവട സംഘങ്ങളിൽ, ട്രേഡ് ഗിൽഡുകളിൽ അംഗങ്ങളായി മാറണം. എന്തായിരുന്നു അതിൻ്റെ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഓരോ ഗിൽഡിനും അതാത് ഗിൽഡിൻ്റെ വിജാതീയ ദേവൻ, അതിൻ്റെ രക്ഷാധികാരി, പേട്രണായി ഉണ്ടായിരുന്നു, സംരക്ഷകനായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗിൽഡുകളുടെ ആഘോഷങ്ങളെല്ലാം തന്നെ വിജാതീയ ദേവന്മാരെ ആരാധിക്കാനും അതേ തുടർന്ന് ലൈംഗിക അരാജകത്വം നിറഞ്ഞു തുളുമ്പുന്ന പാപകർമ്മങ്ങളിൽ ഏർപ്പെടാനുമുള്ള സ്വാധീനം സമൂഹത്തിൽ നിന്ന് ഈ ഗിൽഡുകളുടെ ഭാഗമായി മാറിയ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് സാമൂഹികമായും സാമ്പത്തികമായും വളരെയധികം പ്രഷർ സഹിച്ച് ജീവിച്ച ഒരു സമൂഹമായിരുന്നു തിയത്തീറായിലെ വിശ്വാസ സമൂഹം.
വിഗ്രഹങ്ങളെ ആരാധിക്കാനും ജഡിക പാപങ്ങളിൽ, ലൈംഗിക പാപങ്ങളിൽ ഏർപ്പെടാനും നിർബന്ധിതരായിത്തീരുന്ന ഒരു സാഹചര്യം ട്രേഡ് ഗിൽഡുകളുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഗ്രീക്ക് ദേവനായ സ്യൂസിൻ്റെ മകനായ അപ്പോളോ ആയിരുന്നു തിയത്തീറയിലെ മുഖ്യദേവൻ. അപ്പോൾ ഈ പശ്ചാത്തലങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഗ്രീക്ക് ദേവൻ്റെ മകനായ, ദൈവപുത്രനായ എന്ന് തിയത്തീറയിലെ സഭയോട് കർത്താവ് പറയുന്ന വാക്കുകളെ വ്യാഖ്യാനിക്കാൻ. 8-ാമത്തെ വാക്യം തിയത്തീറയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഓരോ സഭയ്ക്കും ദൈവപുത്രൻ തന്നെ പരിചയപ്പെടുത്തുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ യോഹന്നാൻ കണ്ട ആദ്യത്തെ ദർശനത്തിൽ മിശിഹ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്യങ്ങൾ എടുത്തിട്ടാണ്. ഇവിടെ അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ, സ്യൂസിൻ്റെ പുത്രനായ അപ്പോളോയെ ആരാധിച്ചിരുന്ന ഒരു ജനത്തിനിടയിൽ ജീവിച്ചിരുന്ന വിശ്വാസികളോട് പറയുകയാണ്, ഭൂതവും ഭാവിയും വർത്തമാനവും കാണാൻ കഴിവുള്ള കണ്ണുകളും എല്ലാറ്റിനും മേൽ അധികാരമുള്ള പിത്തള പോലുള്ള പാദങ്ങളുമുള്ള യഥാർത്ഥ ദൈവപുത്രനായ മിശിഹ പറയുന്നു. ഇനി അവരെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, അവരുടെ നന്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്തൊക്കെയാണത്? നിൻ്റെ പ്രവൃത്തികളും നിൻ്റെ സ്നേഹവും നിൻ്റെ വിശ്വാസവും നിൻ്റെ ശുശ്രൂഷയും നിൻ്റെ സഹനശക്തിയും. 5 കാര്യങ്ങൾ: പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹനശക്തി. ഞാൻ അറിയുന്നു നിൻ്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. ഇത് നല്ല ഒരു ആശംസയാണ്. നീ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും നന്മയിൽ വളർന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സഭയാണ്. ആരോപണം തുടർന്ന് പറയുകയാണ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. വ്യഭിചാരം ചെയ്യുകയും വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ ഭക്ഷിക്കുകയും ചെയ്യാൻ എൻ്റെ ദാസരെ പഠിപ്പിക്കാനും വഴിതെറ്റിക്കാനും പ്രവാചകയെന്ന് സ്വയം വിളിക്കുന്ന ജസബൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ജസബൽ, നമ്മൾ ഈ പേര് പരാമർശിച്ചതാണ്. പഴയ നിയമത്തിലെ അഹാബ് രാജാവിൻ്റെ ദുഷ്ടയും അധമയുമായ ഭാര്യയായിരുന്നു ജസബൽ. പ്രവാചകനായ ഏലിയായെ വേട്ടയാടിയ സ്ത്രീയാണിത്. ഈ സ്ത്രീ ഒരു വ്യക്തി എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഈ സഭയിലുണ്ടായിരുന്ന ഏതോ ഒരു സ്ത്രീയെ പരാമർശിച്ചുകൊണ്ട് ജസബൽ എന്ന പേര് ഉപയോഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ട്രേഡ് ഗിൽഡുകളുടെ ഭാഗമായി, കച്ചവട വ്യാപാര സംഘങ്ങളുടെ ഭാഗമായി വിഗ്രഹാരാധന നടത്താനും വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനുമുള്ള പ്രേരണകളും പ്രലോഭനങ്ങളും ശക്തമായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിക്കകത്ത് നിലനിന്നിരുന്ന ഒരു സഭ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ, ചിലപ്പോൾ അവർ കച്ചവടം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ, ചിലപ്പോൾ കച്ചവട സംഘങ്ങളുടെ, ഗിൽഡുകളുടെ പ്രഷറിന് വിധേയരാവാതെ അവർ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഒറ്റപ്പെടുമ്പോഴൊക്കെ സഭയിലുണ്ടായിരുന്ന ഏതോ ഒരു സ്ത്രീ, അവർ ഈ എൽഡേഴ്സിനെ, സഭയിലെ ശ്രേഷ്ഠന്മാരെ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു സ്ത്രീയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ആ സ്ത്രീ നിങ്ങൾക്ക് സർവൈവ് ചെയ്യുന്നതിന്, നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് പണം ആവശ്യമായതുകൊണ്ട് പട്ടിണിയിലായി പോകാതിരിക്കാൻ വേണ്ടി തൽക്കാലം വിഗ്രഹാരാധനയിൽ പങ്കുചേരുന്നതിനോ ഇമ്മോറലായ പ്രവൃത്തികളിൽ, അധാർമിക പ്രവൃത്തികളിൽ പങ്കുചേരുന്നതിനോ നിങ്ങൾ ശങ്കിക്കേണ്ട, അത് കുഴപ്പമില്ല എന്ന മട്ടിലെ ഏതോ ഒരു പ്രബോധനം നിർബാധം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ ശക്തമായതുകൊണ്ട്, മക്കളെ വളർത്തേണ്ടതുകൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് നിലനിൽക്കേണ്ടതുകൊണ്ട് പാപത്തിന് നേരെ കണ്ണടച്ചാലും കുഴപ്പമില്ല എന്ന മട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെയാണ് ഈ തിയത്തീറയിലെ സഭയിൽ ജസബൽ എന്ന പേരുകൊണ്ട് പരാമർശിക്കുന്നത്. ഈ ജസബൽ ആഹാബ് രാജാവിനെ സ്വാധീനിച്ച് അയാളെ വിഗ്രഹാരാധനയിലേക്കും തിന്മകളിലേക്കും അനുസരണക്കേടിലേക്കും നയിച്ചതുപോലെ ഈ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ, അധികാരികളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും കഴിവുണ്ടായിരുന്ന ഈ സ്ത്രീ തൻ്റെ ആഭിചാര തുല്യമായ പ്രവൃത്തികൾ വഴി തെറ്റായ പ്രബോധനം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഈ സഭ അതിനെ ടോളറേറ്റ് ചെയ്തു, അതിനോട് സഹിഷ്ണുത കാണിച്ചു. ഇതാണ് കർത്താവിൻ്റെ ആക്ഷേപം, ആരോപണം. നമ്മളിതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. സിയന്നായിലെ വിശുദ്ധ കാതറിനെ പോലെയുള്ള സ്ത്രീകൾ, അമ്മ ത്രേസ്യയെ പോലെയുള്ള സ്ത്രീകൾ, വിശുദ്ധ ഫൗസ്റ്റീനായെ പോലെയുള്ള സ്ത്രീകൾ, ഒരുപക്ഷെ ആദ്യത്തെ 2 പേരെങ്കിലും, അമ്മ ത്രേസ്യയും കാതറിനും, തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് സഭാശ്രേഷ്ഠന്മാരെ, മാർപ്പാപ്പമാരെ, മെത്രാന്മാരെയൊക്കെ അവർ സത്യമാർഗത്തിൽ നിന്നോ സത്യവിശ്വാസത്തിൽ നിന്നോ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്, അവർ ധാർമ്മികമായ ചില നിലപാടുകളിൽ കൃത്യമായ
ദൈവഹിതം അനുസരിക്കേണ്ടതുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞ സമയത്ത് അവരെ തിരുത്താനും അവരെ മാർഗനിർദ്ദേശങ്ങൾ നൽകി ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും പരിശ്രമിച്ച ചരിത്രമുള്ള ഒരു സഭയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഭക്തരും കുലീനരും വിശുദ്ധരും ധാർമ്മിക ബലമുള്ളതും അതുപോലെ ജ്ഞാനമുള്ളവരുമായ സ്ത്രീകളാൽ അലങ്കൃതമായ ഈ സഭയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ, അധികാരികളെ തങ്ങളുടെ വിശുദ്ധിയും പ്രാർത്ഥനയും സുഹൃതവും ജ്ഞാനവും കൊണ്ടൊക്കെ സ്വാധീനിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും കർത്താവിൻ്റെ കണ്ണുകളിൽ കുറ്റാരോപിതർ അല്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ കുലീനരും വിശുദ്ധരും പുണ്യപൂർണതയിൽ വളരാൻ ആഗ്രഹിച്ചവരും ജ്ഞാനമുള്ളവരുമായ സ്ത്രീകൾ ഈ സഭയിൽ ഉള്ളപ്പോൾ തന്നെ മറുവശത്ത് ഭയാനകമായ മറ്റൊരു കാഴ്ചയുണ്ട്. തങ്ങൾക്ക് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ സഭാ ശുശ്രൂഷകരെ തങ്ങളുടെ വ്യാജമായ സന്ദേശങ്ങൾ വഴി വഴിതെറ്റിക്കാനും പാപത്തിലേക്ക് നയിക്കാനും പാപം കുഴപ്പമില്ല എന്ന പ്രബോധനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പാപത്തിലേക്ക് അവരെ തള്ളിയിടാനും പരിശ്രമിക്കുന്ന ജസബലുകൾ എല്ലാ സഭകളിലും ഇന്ന് സജീവമാണ്. അതുകൊണ്ട് സഭാ ശുശ്രൂഷകരായ ആളുകൾ കൃത്യമായ ഒരു വിവേചനാധികാരത്തോടെ ഇത്തരം സ്ത്രീകളെ തിരിച്ചറിയേണ്ടതുണ്ട്, നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. ദൈവവചനത്തെയാണ് പ്രധാനമായും നമ്മൾ ആധികാരികമായി എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്. വിശുദ്ധരും ജ്ഞാനമുള്ളവരും കൃപയുള്ളവരുമായ സ്ത്രീകൾ സഭാ ശുശ്രൂഷയിൽ സഹായമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ചില ആളുകളിലൂടെയെങ്കിലും ജസബൽ സ്പിരിറ്റുകൾ സഭയിൽ സജീവമാകുന്ന ഒരു കാലമാണ് ഇത്. അതുകൊണ്ട് തന്നെ സഭാ ശുശ്രൂഷകർ ശ്രദ്ധിക്കേണ്ടത്, സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ, സഭയിലെ അംഗങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ജസബലുകളുടെ സ്വാധീനം സഭയെ നശിപ്പിക്കുന്നുണ്ടോ, വ്യാജമായ ഉപദേശത്തിലേക്ക് തള്ളിയിടുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രായോഗികമായ വായന ഈ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജോലി മേഖലയിലോ നിങ്ങൾക്ക് വരുമാനം വരുന്ന വഴികളിലോ എവിടെയെങ്കിലും ദൈവവചനം പരസ്യമായി പരോക്ഷമായോ പ്രത്യക്ഷമായോ ലംഘിക്കാൻ നിങ്ങളുടെ ജോലിയോ സാമ്പത്തിക സ്രോതസ്സുകളോ നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സമയത്ത് ഈ തിയത്തീറായിലെ സഭയെ ഓർക്കണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ, നിങ്ങളൊരു നേഴ്സാണെങ്കിൽ, ഗർഭഛിദ്രം നടത്താനും ദയാവധം ചെയ്യാനും ഒരു മനുഷ്യജീവനെ കൊല്ലാനും നിങ്ങളുടെ ജോലി നിങ്ങളെ സമ്മർദ്ദം ചെലുത്തി പ്രേരിപ്പിക്കുന്നെങ്കിൽ നമ്മൾ അറിയണം, തിയത്തീറായിലെ സഭ ഇതുപോലെ ഒരു സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ സ്വരം അനുസരിച്ച് നിന്ന അനേകം മക്കൾക്ക് ജന്മം കൊടുത്തൊരു സഭയാണ്. ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് പ്രചോദനമാകണം. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചിലരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതിന്, പള്ളിയിൽ പോകുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, അതുപോലെ തന്നെ ദൈവവചനം പഠിപ്പിച്ചിട്ടുള്ള നന്മകളിൽ നിന്ന് വ്യതിചലിക്കുന്നതിന്, അല്ലെങ്കിൽ വചനം വിലക്കിയിട്ടുള്ള മാരകമായ പാപങ്ങൾ ചെയ്യുന്നതിനൊക്കെ ജോലി മേഖല ഒരു പ്രേരണയാകുന്നെങ്കിൽ, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സമാകുന്നെങ്കിൽ, അതെത്ര ഉയർന്ന കനത്ത ശമ്പളം തരുന്ന ജോലിയാണെങ്കിലും അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടന്നുപോയ മനുഷ്യരെ ചിലരെയെങ്കിലും ഞാൻ ഈ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തിയത്തീറായിലെ സഭ ഇന്ന് നമ്മുടെ ഒരു സോഷ്യൽ ഇക്കണോമിക് കോണ്ടെക്സ്റ്റിൽ നമുക്കൊത്തിരി ധ്യാന വിഷയമാകേണ്ട ഒരു സഭയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജസബലിന് മാനസാന്തരപ്പെടാൻ കർത്താവ് അവസരം നൽകി, വാക്യം 21. എന്നാൽ അവൾ തൻ്റെ ഈ തിന്മയിൽ നിന്ന് മാനസാന്തരപ്പെടാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവളെ രോഗശൈലിയിലേക്കും അവളോടൊത്ത് വ്യഭിചരിക്കുന്നവരെ, അവളുടെ പാത പിന്തുടരുന്നവരെ വലിയ ക്ലേശത്തിലേക്കും വലിച്ചെറിയും. എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ, തകർച്ചകളെ എപ്പോഴും ദൈവത്തിൻ്റെ ദണ്ഡനമായോ ശിക്ഷാവിധിയായോ വ്യാഖ്യാനിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എല്ലാ സഹനങ്ങളും പാപത്തിന് ലഭിക്കുന്ന ശിക്ഷയല്ല. എന്നാൽ പാപത്തിൻ്റെ അനന്തരഫലമായി ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾ ഉണ്ട് താനും. നമ്മൾ ജീവിതത്തിലെ ദുരന്തങ്ങളെയോ തകർച്ചകളെയോ കാണേണ്ടത് ശിക്ഷകളായി കാണുന്നതിന് പകരം നമ്മൾ കാണേണ്ടത് അതിനെ കൂടുതൽ മെച്ചപ്പെടാൻ, കൂടുതൽ മാനസാന്തരപ്പെടാൻ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ യേശുവിനെ പോലെ ആകാൻ ദൈവം തരുന്ന വെയ്ക്കപ്പ് കോളായിട്ട് വേണം, ഉണർത്ത് വിളികളായിട്ട് വേണം നമ്മൾ ഈ സഹനങ്ങളെ കാണാൻ. അവരുടെ മക്കളെ, വാക്യം 23, അവരുടെ മക്കളെ ഞാൻ കൊന്നുകളയും, മനസ്സുകളും ഹൃദയങ്ങളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകും. ഈ പ്രബോധനം സ്വീകരിക്കുകയോ, അതായത് ജസബലിൻ്റെ പ്രബോധനം സ്വീകരിക്കുകയോ, സാത്താൻ്റെ രഹസ്യങ്ങളെന്ന് അവർ വിളിക്കുന്നവ, ഡീപ്പ് തിങ്സ് ഓഫ് സൈറ്റൻ എന്നാണ് ഇംഗ്ലീഷിൽ, സാത്താനുമായി ബന്ധപ്പെട്ട ആഴമായ കാര്യങ്ങൾ,
എന്ന് അവർ വിളിക്കുന്നവ അറിയുകയോ ചെയ്യാതെ തിയത്തീറായിൽ അവശേഷിച്ചിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്കുള്ളവ ഞാൻ വരുന്നതുവരെ മുറുകെ പിടിക്കുവിൻ. സഭ ആരംഭകാലം മുതൽ പഠിപ്പിക്കുന്ന സത്യങ്ങളിൽ മുറുകെ പിടിക്കുകയും നോവലായിട്ടുള്ള പുതിയതായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യാനുള്ള ഒരു ആഹ്വാനമാണിത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. കഴിഞ്ഞ 2000 വർഷമായി തിരുസഭ പഠിപ്പിക്കുന്ന സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും പുതിയ പുതിയ വെളിപാടുകളുമായി വരുന്ന ആളുകളെ സൂക്ഷിക്കുകയും ചെയ്യാനുള്ള ഒരു വലിയ ജാഗ്രത ഈ നാളുകളിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. വാക്യം 26, വിജയം വരിക്കുന്നവന്, എൻ്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇനി പ്രതിഫലം പറയുകയാണ്. 3 കാര്യമാണ് പ്രതിഫലമായി പറയുന്നത്. 1 അധികാരം, 2 ശക്തി, 3 മഹത്വം. വിജയം വരിക്കുന്നവന്, അതായത് ക്രിസ്തുവിൻ്റെ ശരിയായ പ്രബോധനത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുന്നവന് ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ അധികാരം നൽകുമെന്നാണ് പറയുന്നത്. ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. സങ്കീർത്തനം 2 ഉദ്ധരിക്കപ്പെടുന്നത്. അത് ദൈവപുത്രനായ രാജാവായ ക്രിസ്തുവിൻ്റെ അധികാരത്തെ കുറിക്കുന്ന സങ്കീർത്തനമാണ്. ക്രിസ്തുവിൻ്റെ അതേ അധികാരം ഈ ഭൂമിയിൽ കിട്ടും. 2ാമത്തേത് ക്രിസ്തുവിൻ്റെ ശക്തി കിട്ടും. 3ാമത്തേത് ക്രിസ്തുവിൻ്റെ മഹത്വം കിട്ടും. വാക്യം 28, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ച പോലെ തന്നെ പുലർക്കാല നക്ഷത്രം അവന് ഞാൻ നൽകും. പുലർക്കാല നക്ഷത്രം എന്ന് പറഞ്ഞാൽ സന്ധ്യയിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രമാണിത്. അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും കത്തി നിൽക്കുന്ന, അണയാതെ നിൽക്കുന്ന നക്ഷത്രമാണ് ഈ മോർണിംഗ് സ്റ്റാർ, പുലർകാല നക്ഷത്രം. വെളിപാട് 22:16 യേശുക്രിസ്തുവിന് നൽകപ്പെട്ട ഒരു തലക്കെട്ടാണ്, ഒരു ടൈറ്റിലാണിത്, ഒരു പേരാണിത്, മോർണിംഗ് സ്റ്റാർ എന്ന്. അതായത് ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ അധികാരം അവന് നൽകപ്പെടും. അവൻ ഏത് അന്ധകാരത്തിലും ഏത് പ്രതിസന്ധികളിലും തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രമായി മാറും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തക പഠനം വളരെ ഹൃദയം വെച്ചുള്ള ശ്രദ്ധ ആവശ്യമുള്ള പഠനമാണ്. സജീവമായൊരു താല്പര്യം നിങ്ങളിതിൽ പ്രകടിപ്പിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷനിലൂടെ ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഠന സഹായികൾ ലഭ്യമാവും. അതുകൊണ്ട് കൂടുതൽ പേരും എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷൻ വഴി തന്നെ വെളിപാട് പുസ്തകം പഠിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്കതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ മാത്രമാണ് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ഇതിനെ അവലംബിക്കേണ്ടത്. നമുക്ക് കൃത്യമായൊരു പഠനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി ആപ്ലിക്കേഷൻ വഴി തന്നെ ബൈബിൾ പഠിക്കാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതൽ ആരോഗ്യത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ കർത്താവിൻ്റെ വചനം പങ്കുവെച്ച് തരുന്നതിന് ഞാൻ എന്നും ഉറച്ച് വിശ്വസ്തയോടെ നിൽക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. നന്നായി സന്തോഷമായിട്ട് നിങ്ങൾ ഇരിക്കണം. ദുഃഖിച്ച്, വിഷമിച്ച്, വിഷാദിച്ച് ജീവിതത്തിലെ സമയം കളയാതെ ഏത് പ്രതിസന്ധിയിലും കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ പ്രത്യാശയുടെ ഗ്രന്ഥം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത എപ്പിസോഡിൽ കടന്നു വരുന്നതുവരെ മറക്കരുത്, ഞാൻ ഡാനിയേൽ അച്ഛൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. പീസ്.